ലോക ഹൃദയ ദിനത്തിൽ അപൂർവ ഹൃദയ സംഗമങ്ങൾക്ക് വേദിയായി എറണാകുളം ലിസി ആശുപത്രി. ലിസിയിൽ ഹൃദയ ചികിത്സ തേടിയവരും അവരെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഡോക്ടർമാരും ഒത്തുചേർന്നു. ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് പുരസ്കാരം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് സമ്മാനിച്ചു. സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും അവിസ്മരണീയ കാഴ്ചയായിരുന്നു ലിസി ആശുപത്രിയിൽ ചേർന്ന ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെ ഹൃദയ സംഗമം. ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവരും അവരെ കൈപിടിച്ചു നടത്തിയ ഡോക്ടർമാരും ഒത്തുചേർന്നു. ലിസി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വതന്ത്ര ഡയറക്ടർ വിജയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഒക്കേഷണൽ എക്സലൻസ് പുരസ്കാരം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് സമ്മാനിച്ചു. ഓരോ ഹൃദയദിനവും അവസാനിക്കുന്നത് മറ്റൊരു ഹൃദയദിന ബോധവൽക്കരണത്തിന്റെ തുടക്കം കുറിച്ചാണെന്ന് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. നമുക്കറിയാം, ലോക ഹൃദയദിനം ലോകമെമ്പാടും ഒരു സെപ്റ്റംബർ 29 ആചരിക്കുന്നത്. അതായത് ഹൃദ്രോഗം നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ക്യാൻസറിനേക്കാളും അതുപോലെ തന്നെ റോഡപകടങ്ങളെക്കാളും കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങൾ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. അതിനെ തടയുക, അല്ലെങ്കിൽ അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനത്തിനുള്ളത്. അതൊരു ദിവസം മാത്രമല്ല, അതൊരു വർഷത്തെ ആഘോഷങ്ങളുടെയും ആചരണങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് 29 സെപ്റ്റംബറിൽ നമ്മൾ ലോക ഹൃദയ ദിനം അവസാനിപ്പിക്കുന്നത്. ഈ ലോക ഹൃദയ ദിനം തീരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത ലോക ഹൃദയ ദിനത്തിൻ്റെ പരിപാടികളുമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസും ഞങ്ങളെപ്പോലെയുള്ള NGOസും ഹാർട്ട് കെയർ ഫൗണ്ടേഷനും എല്ലാം തുടരുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്ന ഇതുപോലെയുള്ള ജീവിത ശൈലി രോഗങ്ങൾ തടയുക, അതൊരു പരിധിവരെ മാറ്റിവെക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനാചരണങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന പ്രാധാന്യം. ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വന്ന പത്തനാപുരം സ്വദേശി നൌഫൽ ഖാൻ തന്റെ അനുഭവം പങ്കുവച്ചു. 23-ാം തീയതിയാണ് സർജറിക്ക് വിധേയമായത്. ആൻജിയോപ്ലാസ്റ്റിയിൽ ബൈപ്പാസ് സർജറി തന്നെ പ്രിഫർ ചെയ്യുകയുണ്ടായി. ഉടനെ തന്നെ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമെന്ന നിലയിൽ ജോസ് ചാക്കോ ഡോക്ടറുമായി ബന്ധപ്പെടുകയും അദ്ദേഹം 23/4/2025 എന്നെ സർജറിക്ക് വിധേയമാക്കി. ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് ലക്ഷോറ ആശുപത്രിയിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹൃദയ സംഗമത്തോടനുബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകളും വിദഗ്ധരുമായുള്ള സംവാദവും നടന്നു. ന്യൂസ് 18 കൊച്ചി. 10 വർഷമായി മറ്റൊരാളുടെ ഹൃദയവുമായി ജീവിക്കുന്ന പെരുമ്പാവൂർ സ്വദേശി ശിവൻ. നാട്ടുകാർ പിരിവെടുത്താണ് ശിവന്റെ ഓപ്പറേഷൻ നടത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ ജീവിതമാർഗത്തിനായി ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. പെരുമ്പാവൂർ കേന്ദ്രമാക്കി ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനം നടത്തുന്ന ശിവൻ 11 വർഷം മുൻപാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ ഭീമമായ ചിലവ് വരുന്ന ചികിത്സകളിലേക്ക് പോകാൻ കഴിവുള്ള ആളുമായിരുന്നില്ല. നാട്ടുകാർ പിരിവെടുത്താണ് ശസ്ത്രക്രിയ നടത്തിയത്. ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ. ബുദ്ധിമുട്ട് പെട്ടെന്ന് ഒരു ശ്വാസമുട്ടുണ്ടായി. അങ്ങനെ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ അങ്ങോട്ട് വീട്ടിൽ വരുമ്പോൾ മാലിപ്പിച്ച് അവർ വിടും. വീണ്ടും അപ്പം തന്നെ വീണ്ടും വരും. അങ്ങനെയായി ലാസ്റ്റ് കളമശ്ശേരിയിൽ ഒരു മാസം കിടന്നു. അങ്ങനെ അവർ പറഞ്ഞു ഇനി മരുന്നില്ല, പിന്നെ അവർ വിചാരിച്ച ഇത് ആൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മരുന്നില്ല. ഇനി പ്രത്യേകിച്ച് കൂടി വന്ന ഒരു 1.5 മാസം ഡോക്ടർ പറഞ്ഞു ജീവിച്ചിരിക്കണം എന്ന്. എൻ്റെ ഭാര്യയുടെ എൻ്റെ അളിയൻ്റെ വെച്ചു. അങ്ങനെ എൻ്റെ അളിയൻ വന്ന് സാറിന് എന്ന് എഴുതി തരാൻ പറഞ്ഞു, ജോസാറിന്. അങ്ങനെ ജോസാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ 3 പേരും പോയി. അന്ന് സാറ് പറഞ്ഞു അന്ന് അവിടെ കിടത്തിയൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോക്കടെ കല്യാണമാണ് പിറ്റേന്ന് വിട്ടത്. അപ്പോൾ സാറ് അന്ന് വിടാമെന്ന് പറഞ്ഞു. വീട്ടിൽ പിറ്റേ ദിവസം 6 മണിയായപ്പോൾ സാറ് വിട്ടെങ്കിലും വീട് വരെ എത്തിയിട്ട് വീണ്ടും എനിക്ക്
പെട്ടെന്ന് ശ്വാസം മുട്ട് വന്ന് വീണ്ടും വന്ന് അവിടെ നിന്നിട്ട് വീണ്ടും ഒന്ന് പിറ്റേ ദിവസം വീണ്ടും വന്ന് അങ്ങനെ ഒരു 10-15 ദിവസം അവിടെ ലിസി കിടന്നു. അപ്പോൾ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞ് ഇനിയപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ മാത്രമേ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, സാറിൻ്റെ അടുത്ത് അവിടെ വന്നു കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഇത് കിട്ടിയിരുന്നത്. ഇടുക്കി സ്വദേശിയായ തോമസ് വർഗീസിൻ്റെ ഹൃദയമാണ് ശിവനിൽ സ്പന്ദിക്കുന്നത്. തോമസ് വർഗീസ് ആരാണെന്നോ എന്താണെന്നോ ശിവൻ ഇപ്പോഴും അറിയില്ല. ഒരു നല്ല മനുഷ്യൻ്റെ കുടുംബമെടുത്ത നിർണായക തീരുമാനത്തിലൂടെ താൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമറിയാം. 44-ാം വയസ്സിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. മരുന്നും പരിശോധനയുമെല്ലാം ഇപ്പോഴും തുടരുന്നു. കുടുംബത്തെ പുലർത്താൻ ഇപ്പോൾ ലോട്ടറി വിൽപ്പനയാണ്. ന്യൂസ് 18 കൊച്ചി. അവയവദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ തന്നെ ഇതിന്റെ മറവിൽ നടക്കുന്ന മനുഷ്യക്കടത്തും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അവയവക്കടത്തിനായി ഒരു വലിയ മാഫിയ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. രാജ്യാന്തര അവയവക്കടത്ത് മാഫിയയിലെ പ്രധാന കണ്ണിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടികൂടിയതും പിന്നീട് പുറത്തുവന്ന വിവരങ്ങളും ഏറെ ഞെട്ടിക്കുന്നതാണ്. 2024 മെയ് 18-നാണ് ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവയവക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണി നാസർ സാബിത്തിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് അവയവക്കടത്തിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവയവദാതാവാകാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ടയാളാണ് താനെന്നാണ് സാബിത്ത് നാസർ പോലീസിന് നൽകിയ മൊഴി. ഈ മേഖലയിൽ നല്ല പണം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ സാബിത്ത് ഒടുവിൽ ഈ മാഫിയ സംഘത്തിലെ കണ്ണിയുമായി. 2019-ലാണ് സ്വന്തം വൃക്ക നൽകി സാബിത്ത് പണം കൈപ്പറ്റിയത്. എന്നാൽ അവയവങ്ങൾ നൽകാൻ തയ്യാറുള്ളവരെ ബന്ധപ്പെടുത്തി നൽകിയാൽ നല്ല പണം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ സാബിത്ത് പിന്നീട് ഏജന്റായി മാറുകയുമായിരുന്നു. കൂടുതൽ സമയവും ഇറാനിൽ താമസമാക്കി. അവിടെ ഫരീദി ഖാൻ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ നടപടികളുമായി 20 ദാതാക്കളെ വരെ ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്തു എന്നാണ് സാബിത്ത് പോലീസിനോട് വെളിപ്പെടുത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി പ്രലോഭിപ്പിച്ചാണ് മാഫിയ സംഘം അവയവ കച്ചവടം നടത്തുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോയി തിരികെ വരുമ്പോഴാണ് സാബിത്ത് നാസർ അറസ്റ്റിലാകുന്നത്. പ്രതിയുടെ മൊഴിപ്രകാരം ഇറാനിലേക്ക് കടത്തിയ 20 പേരിൽ 19 പേരും ഹൈദരാബാദ്, ബംഗളൂരു സ്വദേശികളാണ്. കേസിലെ മറ്റൊരു പ്രതിയായ മധു കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇറാനിലാണ്. അവിടെ നിന്നുമാണ് ഇയാൾ അവയവക്കടത്ത് സംഘത്തെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ മറവിൽ മധു കോടികളുടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മധു വിദേശത്തായതിനാൽ അന്വേഷണ സംഘത്തിന് ഇയാളെ പിടികൂടാനായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി അവയവദാതാക്കളെ കണ്ടെത്തുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ മുഖ്യ ചുമതലക്കാരനായ ബെല്ലംകൊണ്ട രാമപ്രസാദാണ്. ഇയാളെയും കൂട്ടാളി സജിത് ശ്യാമിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നാമമാത്രമായ തുക ദാതാവിന് നൽകി സ്വീകർത്താവിൽ നിന്നും ഇരട്ടിത്തുക കൈപ്പറ്റിയാണ് മാഫിയ സംഘങ്ങൾ ലാഭം കൊയ്യുന്നത്. പണം വാങ്ങി അവയവം നൽകുന്നത് നിയമപരമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പലരിൽ നിന്നും വൃക്ക കരസ്ഥമാക്കിയതെന്നും പോലീസ് പറയുന്നു. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. നെടുമ്പാശ്ശേരി പോലീസിൽ നിന്നും കേസ് ഏറ്റെടുത്ത NIA ഓഗസ്റ്റ് 18-ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. വലപ്പാട് സ്വദേശി സാബിത്ത് നാസർ, കളമശ്ശേരി സ്വദേശി സജിത് ശ്യാം, വിജയവാഡ സ്വദേശി പ്രതാപൻ എന്ന ബെല്ലംകൊണ്ട രാമപ്രസാദ്, നിലവിൽ ഒളിവിൽ കഴിയുന്ന കൊച്ചി സ്വദേശി മധു ജയകുമാർ എന്നിവർക്കെതിരെയാണ് കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം നൽകിയെങ്കിലും കേസിലുൾപ്പെട്ട കൂടുതൽ പേരെ കണ്ടെത്താൻ അന്വേഷണം തുടരുമെന്നും NIA കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അവയവദാനം മഹാദാനം തന്നെയാണ്. എന്നാൽ അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കെണികളും ചതികളും കാണാതെ പോകരുത്. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. MSC എൽസ കപ്പലപകടത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മത്സ്യത്തിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. എറണാകുളം, കൊല്ലം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ CMFRA ആണ് പരിശോധന നടത്തിയത്. അപകടത്തെ തുടർന്ന് വലിയ അളവിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരുന്നു. 1400 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടായിരുന്നതായി മന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് 10.55 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകിയതായും സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു.